ഹലോ ചേച്ചി. ഞാൻ എത്തി. ഞാൻ ഇവിടെ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എത്തുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചേച്ചി വർക്കൊക്കെ ചെയ്യാൻ വിളിക്കാനത്. റൂമൊക്കെ ഇഷ്ടമായി, അടിപൊളി. എന്തായാലും ചേച്ചിന്റെ ഫ്ലാറ്റ് ഇവിടെ ഉള്ളത് വളരെ നന്നായി. ഈ സിറ്റിയിലൊരു റൂം കിട്ടാന്ന് പറഞ്ഞാൽ എന്തൊരു പാടാണ്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്. സത്യം, ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാനായിരുന്നു നോക്കിയിരുന്നത്. അവസാനം കിട്ടൂലെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരൊറ്റ റൂംമേറ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റയ്ക്ക് നിൽക്കാൻ, ചേച്ചിക്ക് അറിയാലോ. ഞാൻ പിന്നെ വിനുവേട്ടനും കൂടി ബുദ്ധിമുട്ടാവണല്ലോ വിചാരിച്ചിട്ടാണ്. വിനുവേട്ടൻ എന്ത് ബുദ്ധിമുട്ട്? വിനുവേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ഫ്ലാറ്റ് ഉണ്ടാകുമ്പോൾ എന്തിനാ നീ വേറെ റൂമൊക്കെ നോക്കണമെന്നുള്ളത്. ഏതായാലും അടിച്ചിട്ടിരിക്കല്ലേ, അപ്പൊ പിന്നെ നിനക്ക് അവിടെ വന്ന് നിൽക്കുകയും ചെയ്യാലോ. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ശ്വേതനോട് ചോദിക്കാൻ മറക്കണ്ട. നീ പിന്നെ ഞാൻ ശ്രേയന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. നിനക്കപ്പോൾ ഡ്യൂട്ടിക്ക് വരണത് എനിക്കൊരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് കയറിയാൽ മതി. ഓക്കെ ചേച്ചി. ചേച്ചിക്ക് ഷിഫ്റ്റിന് ടൈമായോ? എന്നാ ഓക്കെ. വിനുവേട്ടനോട് അന്വേഷണം പറയണ്ടിട്ടോ. എന്നാ ശരി, ബൈ. ഇതാണ് ആവണി വേണുഗോപാൽ എന്ന വേണിയും അശ്വതി വേണുഗോപാൽ എന്ന അച്ചുവും. ഇരുവരും സഹോദരങ്ങളാണ്. ആവണി ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. ആൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ഒറ്റപ്പെടലിനെ വല്ലാതെ സ്നേഹിച്ച ഒരാളായിരുന്നു. ചെറുപ്പം തൊട്ടേ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അമ്മയുടെ മരണത്തോടു കൂടിയായിരുന്നു ആവണി അങ്ങനെയായി മാറിയിരുന്നത്. ആവണിക്ക് 10ഉം അശ്വതിക്ക് 15 വയസ്സുള്ളപ്പോഴായിരുന്നു അവളുടെ അമ്മ മരിക്കുന്നത്. അമ്മയോട് ഒരുപാട് അടുപ്പമുള്ള ആവണിക്ക് അമ്മയുടെ മരണം വല്ലാത്തൊരു വേദന. അവിടെയും ഒറ്റപ്പെടൽ തന്നെയായിരുന്നു അവൾ ഏറ്റെടുത്തിരുന്നത്. സുഹൃത്തുക്കൾ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ആകെയുള്ള ഒരു സുഹൃത്ത് അശ്വതിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ശ്വേതയുടെ അനിയത്തി ശ്രേയായിരുന്നു. 8ാം ക്ലാസ് മുതലുള്ള കൂട്ടായിരുന്നു. അവരെങ്ങനെ കൂട്ടുകാരായി എന്നത് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. പക്ഷെ ശ്രേയ അന്നു തൊട്ട് ഇന്ന് വരെ ആവണിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ശ്രേയ കാരണമാണ് ആവണി സിറ്റിയിലേക്ക് തന്നെ വരുന്നത്. ഇവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു ശ്രേയ വർക്ക് ചെയ്തിരുന്നത്. നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. എത്ര കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നറിയോ? അതൊക്കെ എനിക്കറിയാം. ആരൊക്കെ കൈയും കാലും പിടിച്ചു. അങ്ങനെ കുറെ പേരെ കൈയും കാലൊക്കെ പിടിച്ചു. എന്നാലും എന്താ അവസാനം ഇവിടെ എത്തിയല്ലോ. എന്തായാലും നിനക്ക് എന്നോട് കൊണ്ടുവന്നത് നന്നായി. ഒരു തരത്തിൽ പറഞ്ഞ നാട്ടിൽ മുത്തശ്ശിയും കൂടി പോയപ്പോ പിന്നെ അവിടെ ഒറ്റപ്പെടലായിരുന്നു. നീയും ഇല്ല, ആകമൊത്തരെന്തോ പോലെ. എന്തായാലും കൂടെ എത്തി നന്നായി. അതെല്ലാം മുത്തം എന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ എവിടെയുണ്ടോ അവിടെ ഉണ്ടാകും നീ. ചുരുക്കി പറഞ്ഞ നീ എന്നെയും കൊണ്ടേ പോകുള്ളൂന്നല്ലേ? അത് നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ പരിചയപ്പെട്ടപ്പോൾ നിനക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത്. വേണി, ഗുഡ് മോർണിംഗ്. ഇന്നലെ അച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു നീ ഇന്ന് തൊട്ടാ കയറുന്നതെന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റലൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഹോസ്പിറ്റലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാളും ഇന്റേൺസ് ആയിട്ട് അവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ അറിയാലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. ചേച്ചി പേടിക്കണ്ടെന്നേ, അല്ലെങ്കിൽ തന്നെ അവളെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഞാൻ അവളെ കാര്യമില്ല, നിന്റെ കാര്യമാണ് പറഞ്ഞത്. മോളെ വേണി, ഇതിനെ നിന്ന് നോക്കിക്കോളണ്ടി. എപ്പോഴാ എന്ത് പ്രശ്നം ഉണ്ടാക്കാന്ന് പറയാൻ പറ്റൂല. അതെ, ശ്വേത പറഞ്ഞതുപോലെ തന്നെ ശ്രേയ ഒരു മിനി ആറ്റം ബോംബ് ആയിട്ടായിരുന്നു. അതെപ്പം പൊട്ടിത്തെറിക്കുന്നുള്ളത് ആർക്കും പ്രവചിക്കാനും കഴിയില്ലായിരുന്നു. സത്യത്തിൽ വേണിയുടെയും ശ്രേയയുടെയും സൗഹൃദം തന്നെ ശ്വേതക്കൊരു അത്ഭുതമായിരുന്നു. ആവണിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു ശ്രേയ. ഈ ഓപ്പോസിറ്റ് അട്രാക്ഷൻ പ്രണയത്തിൽ മാത്രമല്ലല്ലോ, സൗഹൃദത്തിലും ചില സമയത്ത് സംഭവിക്കാറുണ്ടെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ശ്രേയയും ആവണിയും. ആവണി അവർ പറഞ്ഞ പോലെ തന്നെ ആള് കുറച്ച് സൈലന്റ് ആണ്. ക്വയറ്റ് പ്ലേസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ശബ്ദങ്ങളോട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പീസ്ഫുൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ശ്രേയ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ആളൊരു ആറ്റം ബോംബായിരുന്നു, ഒരു ലൗഡ് സ്പീക്കറും. എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇവരുടെ സൗഹൃദം കാണുമ്പോൾ. എങ്ങനെ ആവണിനെ പോലത്തെ ഒരു കുട്ടിക്ക് ശ്രേയനെ പോലത്തെ ഒരാളെ ഫ്രണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. ആളിങ്ങനൊക്കെ ആണെങ്കിലും വേണിക്ക് ശ്രേയനെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം അവളുടെ ഒറ്റപ്പെടൽ അവൾക്ക് ഏക കിട്ടിയൊരു സുഹൃത്തായിരുന്നു ശ്രേയ. ചുരുക്കി പറഞ്ഞ ആളൊരു എന്റർടൈൻമെന്റും കൂടി ആയിരുന്നു. നാട്ടിൽ ഒരേ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നായിരുന്നു ശ്രേയക്ക് ഈ സിറ്റിയിലേക്ക് വരേണ്ടി വന്നിരുന്നത്. അത് വേണിയിൽ ചെറിയൊരു സങ്കടം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിലും വേണിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെയായിരുന്നു ശ്രേയയുടെ നിലപാട്. അത് നടക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആകെ വേണിക്കുണ്ടായിരുന്ന വേവലാതി തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നതായിരുന്നു. അതിനും അവൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം കിട്ടി. അതായിരുന്നു അവളുടെ ചേച്ചിന്റെ ഫ്ലാറ്റ്. പക്ഷെ എല്ലാ എൻജോയ്മെന്റിനും എല്ലാ പീസ്ഫുള്ളിനും ഒരു അന്ത്യം കാണുമല്ലോ. നമ്മൾ നന്നായി ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കം കളയാൻ വേണ്ടി ചില സമയത്ത് കൊതുക് വന്ന് മൂളാറില്ലേ? അതുപോലെ എല്ലാവരുടെ ലൈഫിലേക്കും ചില സമയത്ത് ഒരു കൊതുക് വരാറുണ്ട്. അതുപോലത്തെ ഒരു കൊതുകാണ് ഇപ്പൊ അവിടെ വന്ന് ബെല്ലടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഫ്ലാറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ഇല്ല തന്നെയാണല്ലോ. ആ ചോദ്യം അങ്ങോട്ട് ചോദിക്കണ്ടേ? ആരാ? ഇവിടുത്തെ സർവന്റ് ആയിരിക്കൂലേ? സർവന്റ് തന്റെ
ഇടിച്ചു കയറി പോണത്? ഇത് താൻ ആരാടോ? ആ ചോദ്യം ഞാൻ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. എന്റെ ഫ്ലാറ്റ് വന്നിട്ട് ഞാൻ ആരാ ചോദിക്കാൻ നിന്നെ കുറിപ്പില്ലടി. എന്റെ ബലമായ സംശയം നീ ഇവിടുത്തെ സർവന്റാന്നാണ്. അതല്ലാത്ത സ്ഥിതിക്ക് നീ ഇവിടെ കക്കാവുന്നതായിരിക്കും. പക്ഷെ കക്കാവൊന്നും ഇല്ലല്ലോ. എടോ തലക്ക് വെളിവില്ലാത്ത താൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? സത്യം പറഞ്ഞോ, താൻ കുടിച്ചിട്ടുണ്ടോ? താൻ ഏതാ? ഇത് എന്റെ ഫ്ലാറ്റാണ്. സോറി, ഞാൻ കുടിക്കാറില്ല. ആൽക്കഹോൾ ശരീരത്തിന് നല്ലതല്ല. ഇനി എനിക്ക് എന്തെങ്കിലും തരണം അത്ര നിർബന്ധമാണെങ്കിൽ പോയി ചായ എടുത്തിട്ട്. ചായ എടുത്തിട്ട് ഞാൻ എന്നിട്ട് കെട്ടിയോളൂ. ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ, ഓഫ് എന്താ വേണി? ഇങ്ങനെ ചെവി പൊളിക്കോ? ചേച്ചി, ഇവിടെ ഒരു മുള്ളമ്പന്നി വന്നിട്ടുണ്ട്. മുള്ളമ്പന്നിയോ? എന്നിട്ട് നോക്കി നിൽക്കുക, അടിച്ചു ഓടിക്കണ്ടേ? കണ്ടപ്പോഴേ എനിക്ക് അടിച്ചു ഓടിക്കാൻ തോന്നി. പിന്നെ ചേച്ചിനോട് കൂടി ചോദിച്ചിട്ട് അടിച്ചു ഓടിക്കാൻ വിചാരിച്ചു. കുട്ടി ഇതൊക്കെ എന്തൊരു ചോദിക്കാതിരിക്കുന്നത്? അപ്പൊ തന്നെ അടിച്ചു ഓടിക്കണ്ടായിരുന്നു. എന്നാലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ എങ്ങനെ മുള്ളമ്പന്നി കേറാ? അതൊന്നും എനിക്കറിയില്ല. അത് ഇവിടെ ഉണ്ട് എന്തായാലും. എടി, നിനക്കൊന്നും പറ്റില്ലല്ലോ. അതിപ്പോ എന്തൊക്കെ റൂമിലേക്ക് ഞാൻ പോയോ? റൂമിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ സോഫ മലന്ന് കിടക്കുന്നുണ്ട്. സോഫ മലന്ന് കിടക്കേ? നീ എന്തൊക്കെയാണ് കുട്ടി പറയുന്നത്? എനിക്കറിയില്ല. രാവിലെ തന്നെ ചിമ്പാൻസി സൂം ചാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ചോദിച്ചാൽ പറയാം, അതിന്റെ ഫ്ലാറ്റ് സോഫ മലന്ന് കിടക്കുന്നുണ്ട്. എനിക്കറിയില്ല ഏതാണ് ആ ദരിദ്രവാസി എന്നുള്ളത്. ഓ അയ്യോ, അവൻ വന്നായിരുന്നു. സോറി വേണി, സോറി, ഞാൻ പറയാൻ മറന്നുപോയത്. വിനുവേട്ടൻ എന്നോട് ഇന്നലെ കാര്യം പറഞ്ഞത്. അവൻ ഇന്ന് വരുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ അടുത്താഴ്ച വന്നിട്ട് എന്തെന്നാ പറഞ്ഞേ? അതാ ഞാൻ പറയാൻ വിട്ടുപോയത്. അതെ, വിനുവേട്ടൻ അനിയന വിധു. കൂത്തു അല്ല, വിധു. എന്നിട്ട് ഈ ചെന്തൂടെ കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നല്ലോ. അതവൻ നാട്ടിലില്ലായിരുന്നു. നാട്ടിലില്ലെങ്കിട്ടാവില്ല, അതിന്റെ സ്വഭാവം കൊണ്ട് നാട് കളച്ചതായിരിക്കും. അല്ല, ഇതിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മോളെ വേണി, അത് പിന്നെ അവൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. അവനിപ്പോ വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടൊക്കെ എത്തുന്ന അവൻ പറഞ്ഞിരുന്നത്. അതാ പിന്നെ ഞാൻ പറയാനത്. അതിനിടയ്ക്ക് അവൻ റൂം കിട്ടുകയാണെങ്കിൽ ഇന്നുവരെ അവൻ അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അവന് പെട്ടെന്ന് അങ്ങോട്ട് വരേണ്ടി വരും, അതായിരിക്കും. പിന്നെ നിനക്കും അറിയാലോ, അതുപോലത്തെ ഒരു സിറ്റിയിലൊക്കെ ഒരു റൂം കിട്ടുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്നുവരുടെ അനിയനല്ലേ, ഞാനെങ്ങനെ? എനിക്ക് ചേച്ചി പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ആ മുള്ളമ്പന്നിന്റെ മോന്ത കാണുന്നുണ്ടല്ലോ. നീ അതിവിടെ മുഖത്തേക്ക് നോക്കണ്ട, പ്രശ്നം വരുന്നല്ലോ. ചേച്ചിക്കത് പറഞ്ഞാൽ മതിയല്ലോ. ഹലോ ആ വിനുവേട്ടാ. മോളെ, മോക്ക് ബുദ്ധിമുട്ടായി എന്നുള്ളത് ഏട്ടൻ അറിയാം. പക്ഷെ അവൻ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഞാൻ അവന് വേറെ റൂം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മോക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല ഏട്ടാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒന്നില്ലെങ്കിൽ ഏട്ടൻ അനിയനല്ലേ. അങ്ങനെ എന്റെ അനിയനുള്ള പരിഗണന നീ അവന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒന്ന് താന്നു കൊടുത്താലേ തലയൊക്കെ ഒരു മുടി വെട്ടുന്ന ഐറ്റാണ് അത്. ഏട്ടൻ പേടിക്കണ്ട, ഞാൻ നോക്കി കൊണ്ട് നിന്നോളാം. அடியே அடியே தீ பட்டாசே தனியே தனியே வந்து விட்டு வெலாசே உயிரே உயிரே என்ன மன்னிச்சு பேசே கண்ணாட்டி കണ്ടില്ലേ, വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ, അതിനിങ്ങനെ മറ്റുള്ളവരെ ചെയ്ത് പൊട്ടണ പാട്ട് വെക്കണം. എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പാട്ട് വെക്കണം, എന്നാലൊരു ഊർജ്ജം കിട്ടുള്ളൂ. അയാളുടെ ഊർജ്ജം രാവിലെ തന്നെ ബാക്കിയുള്ളവരുടെ ഊർജ്ജം കളയാൻ വേണ്ടിട്ടായിരിക്കും. അതെ, തനിക്ക് പാട്ട് കേൾക്കണം. ഇനി ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉറക്ക ശല്യം ചെയ്യരുത്. എന്താ ചെല്ലം, നേരെ പരപരാന്ന് വെളുത്തിട്ടാണോ കിടന്നുറങ്ങുന്നത്? കൊച്ചു കള്ളി, ചേട്ടൻ ഒരു ചായ എടുത്ത്. ചായ എടുക്കും, ഞാൻ എടുത്താലേ കെട്ടിയോളൂ. കൊച്ചു കള്ളി, ഇപ്പൊ തന്നെ ധൃതിയായോ? സമയമാവട്ടെ, ഞാൻ കെട്ടിക്കോളാം. ഒന്ന് പോടോ, വന്നിട്ട് ഒരു ദിവസം പോലെ ഇല്ല. അപ്പൊ എന്റെ കോഴിത്തേക്ക് വന്നിക്കുന്നു. ഇവനോട് സംസാരിച്ച് ശരിയല്ല, എന്റെ രാവിലത്തെ ദിവസം പോകും. ഞാൻ പോകാൻ നോക്കട്ടെ. ചെല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോ ഏട്ടനും കൂടെ ഉണ്ടാക്കണേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ പറയാതെ ചെല്ലോ. ഒന്ന് പോടോ. ഹായ് ചെല്ലോ, എപ്പടി இருக்க? நல்லா இருக்கா? എന്നാ ഞാൻ ഉറുക്കി തരുന്നുണ്ടടാ. അയ്യാ അമ്മേ, ഓ നട്ടോട്ടിങ്ങ കാലമാടത്തി. എന്നെ മമ്മ എന്നെ സത്യം കേട്ടോ, എന്നാച്ചി? നിനക്കുള്ള എണ്ണ ഞാൻ കാച്ചുന്നുണ്ടടി. അതെ, നിനക്ക് ചപ്പാത്തി വേണോ പൂരി വേണോ? രണ്ടും ആണെങ്കിലും നീ എന്തായാലും കിച്ചണിൽ കയറി ഉണ്ടാക്കാൻ പോകുന്നില്ല. സർപ്രൈസ്. എന്നാ ഞാൻ ഉണ്ടാക്കി നല്ല കരിഞ്ഞു മുരിഞ്ഞൊരു ചപ്പാത്തി അവിടെ നിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ തിന്നോ? വേണ്ട, എനിക്കല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എഗൈൻ സർപ്രൈസ്. അത് ഞാനെടുത്ത് കഴിച്ചു. എടോ അലവലാതി, ആരുടെ ചോദിച്ചോട് വായെടുത്ത് കഴിച്ചത്? ഓ, ഇതൊക്കെ എന്താ ചോദിക്കാതിരിക്കുന്നത്?
വേണി എന്തു പറ്റി? ഞാൻ 2-3 ദിവസം ശ്രദ്ധിക്കുന്നു, നീ ആകെ മൊത്തം ഡിസ്റ്റർബ് ആണല്ലോ. ഒന്നും പറയണ്ടടി, വീട്ടിലൊക്കെ ഒരു ഏലിയൻ വന്നിട്ടുണ്ട്. ഏലിയോ? എങ്ങനെ? എപ്പം? എവിടുന്ന്? എവിടുന്ന് എന്നറിയില്ല. ഒരു ദിവസം രാവിലെ ബെല്ലടിച്ചു, എന്നിട്ട് ഇടിച്ചു കയറി വീട്ടിലേക്ക് വന്നു. അത് കാരണം ഇപ്പൊ എന്റെ സമാധാനം പോയടി. നീ ഒന്ന് തെളിച്ചു പറ, എന്താ കാര്യം? എടി വിനുവേട്ടൊരു അനിയണ്ടല്ലോ, ആ സാധനം കെട്ടിയെടുത്തിട്ടുണ്ട്. എന്തൊരു ശല്യം അതിനെ കൊണ്ട്. എന്നാ നിനക്ക് നിന്റെ ചേച്ചിനോട് പറഞ്ഞൂടെ? അത് ശരിയാവുള്ളടി, ഞാനത് പറഞ്ഞാലേ ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവും, പിന്നെ വിനുവേട്ടനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ദുരന്തത്തിന് ഞാൻ സഹിക്കുന്നത്. നീ എന്തിനാ സഹിക്കുന്നത്? അവൻ നിന്നോട് നിൽക്കുന്ന അതേ മീറ്ററിൽ നീ തിരിച്ചു നിൽക്ക്. അപ്പൊ പിന്നെ അവന്റെ വാലം താനെ ഒതുക്കിക്കോളും. അത് ശരിയാണല്ലോ. ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നോണ്ടാണ് അവനെ തലയിൽ കയറുന്നത്. ഒരു ഡോസ് അവന് ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവൻ ആ ഒരു ഡോസ് പോരാന്നാണ്. അതുകൊണ്ട് ഡോസ് കുറച്ച് കൂട്ടിക്കൊടുക്ക്. ചിലർക്ക് അങ്ങനെ ഡോസ് കൂട്ടിയാലേ മനസ്സിലാവുള്ളൂ. നീ പറഞ്ഞത് ശരിയാ, എന്നാ ഡോസ് അങ്ങോട്ട് കൂട്ടിക്കൊടുക്കാം. പിന്നെ പറയണ്ടല്ലോ, ഡോസ് കൂട്ടിയതോടുകൂടി ആ വീടൊരു യുദ്ധക്കളമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. രണ്ടും കൂടെ ആ വീട് തലകീഴെ മറച്ചിട്ടിട്ടില്ല എന്നുള്ളൂ. എന്റെ റൂമില് ഓ, അത് എന്റെ ബാത്റൂമില് ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, അതാണ്. അതെന്താണ് ഹീറ്ററോടാണ് പള്ളിക്കുന്നത്? എനിക്ക് ചൂടുവെള്ളം വേണം. ഞാൻ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ്. കുട്ടി അങ്ങനെയല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എങ്ങാനും എന്റെ അനുവാദം എന്റെ റൂമിലേക്ക് കയറി തന്നെ മുട്ടുകാൻ ഞാൻ തല്ലി പിടിക്കും. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? എന്റെ കാല് തല്ലി ഒടിച്ചിട്ട് എന്നെ വീൽ ചെയറിലാക്കിയിട്ട് നിനക്ക് എന്നെ കെയർ ചെയ്യണം. അങ്ങനെ എന്റെ മനസ്സിലേക്ക് കയറി പറ്റണം. സൈക്കോളജിക്കൽ മൂവ്മെന്റ് അടിപൊളി. അതൊന്നും ആവശ്യമുണ്ടോ? വേണിച്ചല്ല, നിനക്കൊരു വാക്ക് പറഞ്ഞ പോലെ ഏട്ടൻ മനസ്സിൽ ഇപ്പൊ തന്നെ കയറാലോ. വേണി, ഒരു തരത്തിൽ നീ ഭാഗ്യവതിയാ. എന്തിനു? തന്നെ പോലത്തെ ഒരു ധൂമകേതുവിനെ സഹിക്കുന്നതിനോ? നെവർ. എന്നെ പോലത്തെ ഒരു റൊമാൻറ്റിക് ഹസ്ബൻഡ് നിനക്ക് കിട്ടിയില്ല. വിനുവേട്ടനൊരു അനിയനുള്ള ഒറ്റ കാരണം കൊണ്ടോ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കാത്തത്. അതൊന്നല്ല, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്. മണ്ണാൻ കട്ടാണ്. ചുമ്മാ പറയല്ലേ നീ. നിനക്കെന്നെ കാണുമ്പോ നിന്റെ ഹൃദയം തുടിക്കാറില്ല. എന്നെ കാണുമ്പോ നീ സ്വയം മറന്നു നിൽക്കാറില്ലേ? എന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ എന്നിനെ കലിയാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അയ്യാ, കാല് ചവിട്ടി തേക്കാതടി. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ പോലെ കൊല്ലണോ? ഇനി എങ്ങാനും ഉമ്മടുത്ത വേഷം കെട്ടെടുത്ത് എന്റെ അടുത്ത് വന്നാണല്ലോ, തുടിക്കാൻ നിന്ന് എന്റെ ഹൃദയം ഉണ്ടാവും. ഞാൻ അത് പറിച്ചെടുക്കും. എന്നിട്ട് എന്തിനാ? നിന്നോട് പ്രതിഷ്ഠിക്കാനാണോ? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റ്. ചേച്ചി, ഇതിനും വലിയ പണി എനിക്ക് തരാനില്ലട്ടോ. ഹലോ, ആ ചേച്ചി. ആ കൊതു ഇവിടെ തന്നെ ഉണ്ട്. അതവിടെ പോവാനാണ് ശല്യം. ഫോണ് ഇവിടെ എനിക്കറിയില്ല. അയാളെ കയ്യിൽ ഫോണ് കാണാറുണ്ട്. ഞാൻ ചോദിച്ചു നോക്കാം. ശരി എന്നാ. ഡോ, താൻ എന്താ വിനുവേട്ടനും തന്റെ അമ്മൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഞാൻ അൺവാണ്ടഡ് കോൾസുകൾ എടുക്കാറില്ല. ഏട്ടനും അമ്മയും വിളിക്കുന്നത് എനിക്ക് അൺവാണ്ടഡ് കോൾസ് ആണോ? ഓഫ് കോഴ്സ്. എന്നെ ഉപദേശിക്കാനായിരിക്കും അവര് വിളിക്കുന്നത്. ഉപദേശം അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് അൺവാണ്ടഡ് കോളാണ്. വിളിക്കാൻ മറുപുറത്ത് ആളുണ്ടെന്ന് കാണുമ്പോൾ അത് അൺവാണ്ടഡ് കോളായിട്ടൊക്കെ തോന്നും. പക്ഷെ ഒരിക്കലേ അതില്ലാതാവുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. ആ വിളിക്ക് വേണ്ടി താൻ കാതോർക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും അറ്റ്ലീസ്റ്റ് അമ്മൻ്റെ ഫോണെങ്കിൽ എടുക്കാൻ ശ്രമിക്കും. ഗോണി, ഇവിടെ ഉണ്ടായിരുന്നു. ഏണി എന്താക്ക? ഫുഡ് ഉണ്ടാക്ക? വേണി ആരായാലും എന്താ ഫുഡ് ഉണ്ടാക്കായിരിക്കൂലേ? ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാണ്. ചിക്കൻ ആണല്ലേ? ചിക്കൻ തന്നെയാണ്. എനിക്ക് വയറുവേദന എന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് കുറച്ച് എനിക്ക് ഇങ്ങോട്ട് തന്നേക്ക്. തനിക്കുവാണെങ്കിൽ തനിക്ക് തന്നെ ഉണ്ടാക്കിയാ പോരെ? അത് ഉണ്ടാക്കാൻ ആഗ്രഹം ഞാനാണ് കുട്ടിയെ. നിനക്ക് അറിയില്ലേ ഞാൻ അടുക്കള കയറി നിന്ന് കത്തുന്നുള്ളത്. നോക്കി വെള്ളം ഇറക്കണ്ട, ഞാൻ തരാം പോരെ. തന്നെ കൊണ്ട് വലിയ ശല്യാണല്ലോ. അതൊക്കെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ. അവിടെ പോയിരിക്കും.
ഞാൻ ഇതൊന്ന് കഴിയട്ടെ. അല്ലെങ്കിൽ എനിക്കറിയാം ഏണി നല്ല കുട്ടിയെന്നുള്ളത്. ആ അമ്മച്ചി കയ്യുന്നു പോയല്ലോ. വേദനിച്ചോ? ഞാൻ വേണമെങ്കിൽ ഒഴിഞ്ഞിറ. എന്താ വിനോട്ടാ ഞാൻ വിളിച്ചേ? നീ വേണിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? വിധു അവിടെ തന്നെയാണോ ഉള്ളത്? ആ ചക്കനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. ഞാൻ വേണോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കും വിധുവിനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവർ രണ്ടാളും അത്ര നല്ല ടൈപ്പിലല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഫോഴ്സ് ചെയ്യാഞ്ഞത്. സ്വാഭാവികം. അവന്റെ സ്വഭാവം വെച്ചിട്ട് അത് അങ്ങനെ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവന് വേറെ റൂം നോക്കാന്നൊക്കെ വിചാരിച്ചത്. മിക്കവാറും കുരുത്തം കെട്ടവൻ എന്നെ അമ്മനും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ? ഏട്ടനോട് ഭയങ്കര സ്നേഹമല്ല അനിയനും. അതൊന്നും പറയാത്ത നല്ലത്. അവന്റെ കുരുത്തക്കേടുകൾ ഞങ്ങൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ അമ്മനും ബ്ലോക്ക് ആക്കി വെക്കും. എന്നിട്ട് അവന് ഞങ്ങളെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ അത് മാറ്റിയിട്ട് വിളിക്കും, എന്നിട്ട് വീണ്ടും ബ്ലോക്ക് ആക്കും. എന്തൊരു സാധനം എന്നറിയത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം അവൻ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതുപോലത്തെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. കാരണം ഞാനും അമ്മയും എപ്പോ നോക്കിയാലും ഉപദേശിക്കും, അതിഷ്ടല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ എന്തായാലും ഒരു ജോലിക്കും പോവാതെ ആ സോഫാമേൽ ഇപ്പൊ മലന്ന് കിടക്കുന്നുണ്ടാവും. ഡോ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്ക, തനിക്ക് വേലയും കൂലിയൊന്നുമില്ലേ? വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ പെറ്റി കിടക്കുകയാണല്ലോ. എനിക്കൊരു 2 ആഴ്ചയും കൂടി ടൈമുണ്ട്. എന്തിന്? ജോലിക്ക് പോകണമെന്ന് ആലോചിക്കാൻ. അപ്പൊ ഇതുവരെ ആലോചിച്ചിട്ടില്ലേ? പിന്നെ താനെന്നോട് കെട്ടിയെടുത്തത്? പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ആലോചിച്ചു, അല്ല തന്നെ മൃഗങ്ങളും പറവകളൊക്കെ ജോലിക്ക് പോയി തന്നെ ഭക്ഷണം കിട്ടുന്നത് അല്ലല്ലോ, അതുമായി നമുക്കും കിട്ടിക്കോളും. വീട്ടുകാർ പൈസ വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ പലതും കിട്ടിക്കോളും. ഇതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ അമ്മനെ ഏട്ടനെ ബ്ലോക്ക് ആക്കി വെച്ചത്? എന്ത് പറഞ്ഞാലും ഇങ്ങനെ വിളിച്ചു കാണിച്ചോളൂ. തന്നോട് സംസാരിച്ച എന്റെ സമയം പോകും. ഞാൻ പോണു. ശ്രേയ, അതാണ് ഞാൻ പറഞ്ഞവൻ. ആര്? എടി, ഞാൻ പറഞ്ഞില്ല വിനുവേട്ടൻ അനിയൻ. ഓഹോ, നിന്റെ ബ്രദറിൻലോന്റെ ബ്രദറും. അവനിട്ടൊന്ന് കൊടുക്കണം ഞാൻ അപ്ലൈ വിചാരിച്ചത്. എന്തോന്നാടി കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ എന്റെ കൊച്ചിനെ സമാധാനം കളയും അല്ലേടാ. ഇങ്ങോട്ട് വാടാ കുരുത്തം കെട്ടവനെ. ഇന്ന് നിന്നെ ഹെലികോപ്റ്റർ കറക്കുന്ന വരെ കറക്കടാ. നിനക്ക് എന്ത് ദയണ്ടടാ നിന്റെ കൊച്ചിന് സമാധാനം കാണുന്നത്? ഞാൻ തന്നെ അങ്ങോട്ട് പോകത്ത ആളുടെ സമാധാനം പോകണ്ടല്ലോ വെച്ചിട്ടാ. എന്നിട്ട് നീ ഒരു കോപ്രായം കാട്ടിക്കൂടുന്നു. നീ എന്താ വിചാരിച്ച അവർക്ക് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്? ഞാൻ ജീവിച്ചിട്ട് ഞാൻ അനുവദിക്കില്ലടാ. അയ്യോ എടി വിശാഖ, നിനക്ക് പ്രാന്താണോ? എടി വിടടി. അയ്യോ വയറോ? ഇന്ന് നിന്റെ വയറല്ല തലച്ചോറൊക്കെ ഞാൻ പുറത്തേക്ക് വരുത്തടാ. ശ്രേയ, എടി മാറി നിൽക്കടി. അവന്റെ ചൊറിച്ചിലൊക്കെ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. നിന്നോട് തന്നെ ഒരു പെണ്ണിനോട് അവനെ കളിക്കാൻ നിൽക്കരുത്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. എന്ന് നിന്നെ ഞാൻ അരക്കടാ. എടി ശ്രേയ, നിനക്ക് ആള് മാറിപ്പോ. ഇതല്ലേ ആള്? എന്തോന്ന്? എടി ആള് തന്നെ, നിനക്ക് ആള് മാറിപ്പോയി. അയ്യോ, കാറ്റ് പോയോ? ചേട്ടായിക്ക് സുഖല്ലേ? ചേട്ടായി പേടിച്ചു പോയല്ലേ? അയ്യോ, ഞങ്ങളെ ആയുർവേദ വിദഗ്ധരാ. അതിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു ഒഴിച്ചിൽ നടത്തി തന്നതാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഒഴിച്ചിൽ ഞാൻ അങ്ങോട്ടൊക്കെ നടത്തി തരട്ടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യമായിട്ടൊന്നും പറ്റാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലേ? എഴുന്നേറ്റൊക്കെ പോകാൻ പറ്റിയിരിക്കൂലേ? എഴുന്നേറ്റ് നടക്കാൻ പോയിട്ട് മൂത്രം പോവാതന്നെ ആർക്കറിയാം. മൂത്രം പോയാൽ തന്നെ ഭാഗ്യം. അയ്യോ സോറി ഏട്ടാ, സോറി. അവക്കൊന്നും ആള് മാറിപ്പോയതാ. ഞങ്ങൾ ഏട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഹോസ്പിറ്റലോ? മോർച്ചറിയിലേക്ക് എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി എന്താ പറ്റാനുള്ളത്? പറ്റാൻ ഒന്നും ബാക്കിയില്ല. ആംബുലൻസ് വിളിക്കടാ. ആ നിലവിളി ശബ്ദം ഇടോ. നീ എന്ത് പണിയാ ശ്രേയ കാണിച്ചത്? ആളും തിരക്കൊന്നും നോക്കണ്ടായിരുന്നു. അയാള് നമുക്ക് വരെങ്ങനെ കേസ് കൊടുത്ത കുടുങ്ങിട്ടോ? എടി സത്യം പറയട്ടെ, നീ കാണിച്ചപ്പോ ഞാൻ അയാളെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ അയാളല്ലല്ലോ കാണിച്ചത്, പക്ഷെ ഞാൻ കണ്ടത് അയാളായിരുന്നു. നീ പറഞ്ഞ പോലെ അയാൾ കേസ് കൊടുക്കോ? എനിക്കൊന്നും അറിയില്ല. ഓ, ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, എന്താണാവോ ഇതിന് മാത്രം ചിരിക്കാൻ? നീ എനിക്കിട്ട് പണി തരാൻ നോക്കിയതല്ലേ, പക്ഷെ നൈസായിട്ട് പാളിപ്പോയി. ആള് മാറിയല്ലേ? അപ്പൊ താനവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഇല്ലാണ്ട്
നീ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത് എനിക്കുള്ള പണിയാണ്. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് മുങ്ങിയതാ. പാവം ചെക്കൻ ഇപ്പൊ ജീവനോടുണ്ടോ ആവോ? ഇയാളെ വേണ്ടല്ലോ, തനിക്കുള്ള ഞാൻ ഇവിടെ നിന്ന് തന്നോളാം. അല്ലെങ്കിൽ എനിക്ക് തനിക്ക് പണി തരണമെങ്കിൽ അവളെ ആവശ്യമൊന്നുമില്ല. അവള് കേട്ടത് അത് കേൾക്കാത്ത മതി പോയതാ. അല്ലെങ്കിലും നീ അവളോട് അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ വേണി? നിനക്കറിയില്ലേ, ഞാൻ നിന്റത് മാത്രല്ലേ വേണി. നിനക്ക് മാത്രം കാണാൻ, നിനക്ക് മാത്രം അറിയാൻ, നിന്നെ മാത്രം സ്നേഹിക്കുന്ന അമ്മേ. ഓഹോ, എന്തിനാണ് ഈ കാല് ചവിട്ടി തേക്കുന്നത്? റൊമാൻറ്റിക് വരാൻ ഈ കുരങ്ങ് സമ്മതിക്കൂലല്ലോ. റൊമാൻറ്റിക് ആകുമ്പോഴത്തേനും മോണ്ടി ഒന്ന് പോടും. വേണി, നീ എത്ര ദൂരം പോയാലും ഇത്രയും ഉണ്ടല്ലോ. ഒരു നാളെ നിനക്കെന്റെ അടുത്തേക്ക് വന്നല്ലേ പറ്റൂ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എടി നമ്മള് ചത്തടി ചത്ത്. ഇന്നലെ നമ്മളെ കോഫി ഷോപ്പിൽ പെരുമാറിയവൻ ആരാന്നറിയും? ശ്വേതേച്ചിന്റെ പെണ്ണാണോ വന്നവനാ? അയ്യോ, അതെങ്ങനെ നീ അറിയ? ഇന്നലെ ശ്വേതേച്ചി അമ്മയെ വിളിച്ച് പറയുന്നത് കേട്ടതാ, അയാള് വന്നില്ലാന്ന്. ഫോട്ടോ കണ്ടപ്പോഴാടി മനസ്സിലായത് അതാ കിഴങ്ങനായിരുന്നു എന്നുള്ളത്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ആ കല്യാണം നടക്കൂലെന്ന് ഉറപ്പായി. അങ്ങനെ പറയാൻ വരട്ടെ, അവര് വീണ്ടും കാണാൻ പോകുന്നുണ്ട്. ഈ കല്യാണം കാരണം നടന്ന അയാൾ എന്നോടുള്ള ദേഷ്യം ചേച്ചിനോട് തീർക്കൂലേ? അത് തീർക്കും, അതുറപ്പാണ്. ഞാൻ നോക്കി തൊട്ടായിട്ട് കാണുന്നു. ഈ കല്യാണം തന്നെ മുടക്കാം. അതിന് വേറൊരു ഐഡിയ ഉള്ളൂ. ചേച്ചി അയാളെ കാണരുത്. കണ്ടാലേ കല്യാണം നടക്കുള്ളൂ. അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, അയാൾക്ക് പകരം ചേച്ചിൻ്റെ അടുത്ത് നമുക്ക് വേറെ ആളെ പറഞ്ഞേക്കാം. വേറെ ഏതാളെ? നീ ഒരാളെ കണ്ടുവെക്കണം. അല്ല, എന്തൊക്കെ പറഞ്ഞാലും നീ പറഞ്ഞ കേൾക്കാതിരിക്കില്ലല്ലോ. ആര്? നിന്റെ ബ്രദറിൻലോന്റെ ബ്രദർ. ആ കൊതുവോ? അവൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഒന്ന് ഓടിയായിരുന്നു. ഇടി, പറഞ്ഞു വെച്ചിട്ട് അവന് ചേച്ചിന്റെ ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഒന്ന് ഓടി. അവൻ നടക്കൂല. അത് നടന്നാലേ നീ പറഞ്ഞ അവൻ കേക്കും. ശരിയാവൂല, അവൻ പോയാൽ ശരിയാവൂല. എന്താ നിനക്ക് ജലസ? മൊണ്ണാൻ കേട്ടോ, ഒന്ന് ഓടി. അത് ശരിയാവില്ല എന്തായാലും. അത് ശരിയാവില്ല എന്നെ സംസാരം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പൊ മരുഭൂമിയിലും മഴ പെയ്യാറുണ്ടല്ലേ? ആ, ഇടക്കൊക്കെ പെയ്യാറുണ്ട്. അതാ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തായാലും പേമാരി ആവാൻ നോക്കിക്കും. അത് പോട്ടെ, ഞാൻ ഈ കല്യാണം ഇപ്പം എങ്ങനെ കൊടുക്കുന്നു ആലോചിക്കുന്നത്. എടി, നീ പേടിക്കണ്ട. ചിലപ്പം അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ? അതാണ് എൻ്റെ ആകെയുള്ള പ്രതീക്ഷ. ചിലപ്പോൾ ഇഷ്ടപ്പെടാനുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ ആ കിഴങ്ങനൊക്കെ ഇഷ്ടാവുക. എൻ്റെ ചേച്ചിയുടെ സെലക്ഷൻ അത്ര മോശമല്ല. ആ കൊതുവിനോടും കാണുന്നില്ലല്ലോ. പോയോ? ഞാൻ അവിടെ ഉണ്ട്. താനിവിടെ ചെല്ലുണ്ടാക്കുക? ഞാൻ നിനക്ക് വേണ്ടി ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ട് നിൽക്കായിരുന്നു. എൻ്റെ പ്രണയം അത് നിന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഞാൻ കണ്ടൊരു മാർഗമാണിത്. പക്ഷെ കുറെ നേരം നോക്കുന്നത് വേവുന്നില്ലെന്നേ. അതിനാ ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം കത്തിക്കണം. ഇത് കത്തിയിട്ടില്ലല്ലേ? ഹലോ, എന്താടി? എടി വേടി, നമ്മൾ വീണ്ടും ചത്തടി ചത്ത്. ഇനി ഒരാൾക്ക് ഒരു തവണ ചാവാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ കേസ് അങ്ങനല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാവാൻ പറ്റൂ. ഇനി കാര്യം പറയും. ഇനി ആ കല്യാണം ഉറച്ചടി. അതെങ്ങനെ? ചേച്ചി ഇന്ന് രാവിലെ അയാളെ കാണാൻ പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അത് ഉറച്ചടി, അവർക്ക് തമ്മിൽ ഇഷ്ടമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ കാലം വളരെ ചേച്ചിയുടെ വല്ലതും ചെയ്യും. ചിലപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ കോണ്ടാക്ട് പിടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അയാളോടൊന്ന് സംസാരിക്കാം. ഐ മീൻ, കല്യാണത്തിന് മുന്നേ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാലോ. എടി, പക്ഷെ കോണ്ടാക്ട് നമ്മൾ എങ്ങനെ എടുക്കും? ചേച്ചിനോട് ചോദിച്ചാൽ ചേച്ചി ചോദിക്കണം എന്തിനാന്നുള്ളത്. അത് നമുക്ക് പരിചയപ്പെടാമെന്ന് പറയണം. ഒന്നും നിന്റെ ചേച്ചിന്റെ ഭർത്താവിനെ നമുക്കും പരിചയപ്പെടാലോ. വല്ല ട്രീറ്റ് തരാനാണോ? അങ്ങനെ പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ ചെയ്യല്ലേ? ഓക്കെ, ഇപ്പോഴാണ് സമാധാനമായത്. ആരുടെ സംസാരിക്കുന്നേ? എന്റെ ബോയ് ഫ്രണ്ടിനോട്. അങ്ങനെ വരാൻ വഴിയില്ല, കാരണം അത് ഞാനല്ലേ. ഓ, താൻ മാത്രം തീരുമാനിച്ചാൽ മതി. വേണി, നീ എത്ര ദൂരം പോയാലും നീ എവിടെ പോയാലും നിനക്ക് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നേ പറ്റൂ. കാരണം ഞാൻ നിനക്കുള്ളതാ, നീ എനിക്കുള്ളതുമാണ്. നമ്മൾ തമ്മിൽ ജന്മാനന്ദ എന്തിനാ പറയാ, ഐ മീൻ പൂർവ്വജന്മ ബന്ധമുണ്ട്. ഒന്ന് പോടോ. നിലവുള്ള രാത്രി, നീ എന്നെ കുറിച്ച് ഓർത്തിരിക്കുകയാണോ? എന്റെ അമ്മയെ പേടിച്ചു പോയി. ഒന്നിരി പൊറട്ടപ്പാട്ട്. അയ്യോടാ, ഏട്ടൻ പേടിപ്പിച്ചോടാ കുട്ടാ, സോറി. അല്ല, നീ പറഞ്ഞത് ഇത്ര നീ എന്നെ കുറിച്ചല്ല ഓർത്തത്. അല്ല,
അത് കള്ളം. ആ ചിരി കണ്ടാലേ അറിയാം നീ എന്നെ കുറിച്ച് എന്നാ ഓർത്തത്. തന്നെ കുറിച്ച് ഓർക്കുമ്പോഴേ ചിരിയല്ല കൊലച്ചിരിയാ വരാ. എന്ത് വന്നാലും എന്താ, നീ പോർത്തത് എന്നെ കുറിച്ച് തന്നെ. കാരണം പതുക്കെ പതുക്കെ നിന്റെ മനസ്സിൽ ഞാൻ ഇടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേണി, നീ എത്രക്ക് എതിർത്താലും ഇപ്പൊ നിന്റെ ഉള്ളിൽ ഞാനുണ്ട്. എന്നോട് ചെറിയൊരു ഇഷ്ടവും നിനക്കുണ്ട്. ഇനി എൻ്റെ അടുത്തേക്ക് എത്താൻ നിനക്ക് അധികം സമയമൊന്നും വേണ്ടിയല്ല. ഇയാളിപ്പോ എന്താ പറഞ്ഞിട്ട് പോയത്? ചില സമയത്ത് എനിക്കുള്ള സംസാരവും ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. മിസ്റ്റീരിയസ് മാൻ. നിനക്കെന്താ ശ്രേയത്തെ പെട്ടെന്ന് പരിചയപ്പെടണമെന്ന് തോന്നാൻ കാരണം? ഞാൻ മര്യാദയ്ക്ക് അന്ന് പോകുമ്പോൾ നിന്നെ വിളിച്ചതല്ലായിരുന്നു. അപ്പൊ നിനക്ക് വന്നൂടായിരുന്നു. എന്നാ അന്നേനെ പരിചയപ്പെടായിരുന്നല്ലോ. മതിയായിരുന്നു. അതിലിപ്പോ ഞാൻ വല്ലാണ്ട് ഖേദിക്കുന്നുണ്ട്. അല്ല, എനിക്ക് മാത്രം പരിചയപ്പെട്ട പോരല്ലോ, ഇവക്കും കൂടി കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്തായാലും ആളിപ്പോ എത്തുന്ന പറഞ്ഞത്. സോറി ഗൈസ്, സോറി, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. ബ്ലോക്ക് പെട്ടുപോയതായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളൂ. ഇതാണ് തന്റെ സിസ്റ്റർ? ഇതാണ് എന്റെ സിസ്റ്റർ ശ്രേയ. ഇതവളുടെ ഫ്രണ്ട് ആവണി. വേണിനെ എനിക്കറിയാം, ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ സിസ്റ്റർ അല്ലേ? അയ്യോ, ചേച്ചിനെ അറിയോ? നിന്റെ ചേച്ചിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അച്ചു വിനുവേട്ടനും കൃതുവേട്ടനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ ഫ്രണ്ട്സ് ആണ്. അയ്യോ, അപ്പൊ വെറുതെ അവന്റെ കൂടെ ഇവനെ കണ്ടത്. ഇതിങ്ങനെയാണ് മിക്കവാറും ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർത്തടി. ഇനി ഒന്നും നോക്കണ്ട വേണി, 18ാമത്തെ അടവെടുത്തു. കാല് പിടിക്കാടി, കാല് പിടിച്ച് മാപ്പ് പറയും. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടും കൂടി കാല് പിടിച്ച് മാപ്പ് പറയലായിരുന്നു. പക്ഷെ ഹൃദയവിനൊന്നും കാര്യം മനസ്സിലാവുന്നില്ലായിരുന്നു. ഇവരെന്തിനാണ് ഈ സോറി പറയുന്നതെന്ന് പോലും മനസ്സിലാവില്ല. ഈ സീനൊക്കെ കണ്ടിട്ടാണെങ്കിൽ ശ്വേതന്റെ കിളിയും പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഡബിളാടി ഡബിള്. കാർത്തിൻ അവിടെ കണ്ടതോടുകൂടി അവർക്ക് കാര്യം മനസ്സിലായി. ഹൃദയവിന്റെ അനിയനായിരുന്നു കാർത്തി. അവരെടുത്ത് പെരുമാറിയത് കാർത്തിനാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം ആരും അറിയാതെ പോകേണ്ടതായിരുന്നു. പക്ഷെ രണ്ടിന്റെയും കൈതിരിപ്പോണ്ട് തന്നെ അറിയാത്ത പ്രശ്നം അവരായിട്ട് അറിയിച്ചു. പിന്നെ പറയണ്ടല്ലോ, ശ്രേയക്ക് നന്നായിട്ട് ശ്വേതന്റെ വായിലിരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ശ്രേയന്റെ സ്വഭാവം വെച്ച് അവൾ എന്തെങ്കിലും ഒരു വള്ളിക്കേസും പിടിച്ച് വരുന്നുള്ള ശ്വേതക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇതുപോലത്തെ കേസായിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ ആ പ്രശ്നം അവർ പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വേണി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴായിരുന്നു അവിടെ അച്ചുവിനെയും വിനുവിനെയും കാണുന്നത്. ഒന്നുമില്ല, നിന്നെ പെട്ടെന്ന് കാണാൻ തോന്നി, അതാ വന്നത്. നിങ്ങൾ കുറെ നേരമായോ? അല്ല വിധു, അവന് ഇവിടെ ആരുമില്ലായിരുന്നു ഞങ്ങൾ വരുമ്പോ. എന്റെ അടുത്തൊരു എക്സ്ട്രാ കീ ഉണ്ട്, അത് വെച്ചിട്ട് കയറിയതാ. എന്നാ ചിലപ്പോ അവൻ പുറത്തൊക്കെ അങ്ങനെ പോയി കാണായിരിക്കും. ഇല്ല, അവനെ വിളിച്ചിട്ടുണ്ട്. അവനിപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ രണ്ടാളും മുഖത്തൊരു മൂഡ് ഓഫ്? മൂഡ് ഓഫ് ഒന്നുമില്ല, കുറെ ലോങ് ആയി യാത്ര തന്നതല്ലേ, അതിന്റെ ഒരു ക്ഷീണമായിരിക്കും. വിധു വന്നു തോന്നുന്നത്. ആവണി, ഇതാണ് എന്റെ അനിയൻ വിധു.